2-3 ആഴ്ച കൂടുമ്പോൾ കില്ലാറിനിക്കോ കോർക്കിലോ പോയി കുറച്ച് നേരം സൊറ പറഞ്ഞിരുന്നു. കുറേ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനക്കേടാ കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ കില്ലാറിനേക്ക് വിട്ടു. പിറ്റേ ദിവസം ഒരു ഡേ ഔട്ടൊക്കെ പ്ലാൻ ചെയ്താൽ നമ്മൾ പോയത്. പക്ഷേ രാവിലെ എണീറ്റ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ അല്ല, അയർലൻഡിൽ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടോ, ക്ലൗഡി ആയിരുന്നു, മഴക്കാരും അത്ര പ്രകാശമൊന്നുമില്ല, മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിൽക്കണോ. എന്നാൽ പിന്നെ ഡേ ഔട്ടൊന്നും വേണ്ട, കുറേ നേരം നമുക്ക് വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞ് പരിപ്പ് വടയും മുളക് ബജി മുട്ട ബജി നമ്മുടെ മെനുവിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കി, കൂടെ തക്കാളി ചട്നി ഉണ്ടാക്കി. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പനിക്കൂർക്കയില നല്ല ഭംഗിയിൽ അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിന് 2-3 ഇതൾ പറിച്ചിട്ട് ഒരു കട്ടൻ ചായയും പൂശി. അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ലേസി ഡേ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു, കുറച്ച് നേരമൊക്കെ കുക്ക് ചെയ്ത്. പക്ഷേ ഇത്തവണ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറേ ബജിയായിപ്പോയി. അപ്പോൾ എല്ലാം കൂടെ കഴിച്ചപ്പോൾ വായുദേവത അത്ര ഹാപ്പി അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത്രയൊന്നും ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പോരാത്തതിന് മുട്ട ബജി ഉണ്ടാക്കിയപ്പോൾ മുട്ട പൊട്ടി തെറിച്ച് എൻ്റെ കൈയൊന്ന് പൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ പനിക്കൂർക്കയിലിട്ടുള്ള കട്ടൻ ചായ സൂപ്പറായിരുന്നേ.